എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ആവിയിൽ വെന്ത തനി നാടൻ പലഹാരമാണ്. ഈ ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് റാഗിപ്പൊടി വെച്ചിട്ടാണ്. റാഗിപ്പൊടി വെച്ചിട്ട് ഇതുപോലെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരുടെ ശരീരബലം കൂട്ടാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാനും സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും ഒരു പേടിയും കൂടാതെ തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഈ ഒരു നാടൻ പലഹാരം ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്നതുമാണ്. വായിലിട്ടാൽ അലിയും വിധമാണ് നമുക്ക് ഈ പലഹാരം കഴിക്കാൻ സാധിക്കുന്നതും. ഇതുവരെയും ഇതുപോലൊരു പലഹാരം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ആവി പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നല്ല പഴുത്തിട്ടുള്ള 2 ഏത്തപ്പഴം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം പാനിലേക്ക് ചേർക്കാം. നമുക്ക് ഈ പഴം ഒന്ന് വഴറ്റിയെടുക്കാം. പഴത്തിന്റെ കളറൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരും. അതുവരെയാണ് നമുക്ക് പഴം ഒന്ന് വറുത്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പഴപ്പോ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് അരമുറി നാളികേരം തിരുമിയതാണ് ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. നാളികേരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. പഴവും നാളികേരവും കൂടെ ചേർന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞു കിട്ടണം. നാളികേരത്തിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അതുവരെയാണ് നമുക്കൊന്ന് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പഴം ഇവിടെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പഴം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം. മധുരത്തിന് ആവശ്യമായ ശർക്കര പൊടി ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ചു വരട്ടെ. നിങ്ങൾക്ക് ഇതിലേക്ക് മധുരം കൂടുതൽ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഞാനിപ്പോ വളരെ കുറച്ചാണ് മധുരം ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം 200 ഗ്രാം അളവില് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. കട്ടകളൊന്നും തന്നെ ഇല്ലാതെ വേണം നമുക്ക് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. ബാക്കിയുള്ളത് കൂടെ ചേർക്കാം. പൊടി നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടി ഇപ്പൊ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർക്കാം. പഴവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊടി പഴവുമായിട്ട് ഒന്ന് മിക്സിങ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ വേവിച്ചെടുക്കാനും പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു കൂട്ട് മാറ്റാം. ഇനി നമുക്ക് റാഗി മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ ഒന്ന് തിന്നായിട്ട് തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഒരേ കനത്തിൽ തന്നെ നമുക്ക് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അങ്ങനെ ആദ്യ പലഹാരം ഞാനിവിടെ ഷേപ്പാക്കിയിട്ടുണ്ട്. നമുക്കിത് ആവിപാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ നിരത്തിയതിന് ശേഷം വേവിച്ചെടുക്കാം. ഈ മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ. ഇവിടെ പലഹാരം ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കുത്തിയും കൂടെ നോക്കാം. നല്ല പഞ്ഞി പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പലഹാരം താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടെ എടുക്കണം. അങ്ങനെ നമ്മുടെ പലഹാരം ഇപ്പോൾ തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും വിടിവിച്ചെടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് 2 പലഹാരമാണ് വേവിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. ഇനി നമ്മുടെ പലഹാരം ഒന്ന് കട്ട് ചെയ്ത് കൂടെ എടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വായിലിട്ടാൽ അലിയും വിധമാണ് ഈ ഒരു പലഹാരം നമുക്ക് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെയും കാത്തിരിക്കുക.